ഷഹബാസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു മമ്മൂട്ടി. വാർത്തകൾ കണ്ട് താമരശ്ശേരിയിലെ സ്കൂൾ വിദ്യാർത്ഥിയായ ഷഹബാസിന് സംഭവിച്ചത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവന്റെ സഹപാഠികൾ ആ പയ്യനോട് ചെയ്തത്. ഞാനൊരു ഉറപ്പ് നൽകാം, അവനെ കൊന്നവരെ വെറുതെ വിടില്ല. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ട് ഭയക്കണം എല്ലാവരും. അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം. ഇനിയുള്ള പിള്ളേർ തെറ്റുകളിലേക്ക് പോകാതിരിക്കണം. എങ്കിൽ ഇവിടുത്തെ ശിക്ഷ സ്ട്രോങ് ആയിരിക്കണം. അത് അവർക്ക് ഒരു ഭയമായിരിക്കണം. ആർക്കും ആരെയും കൊല്ലാമെന്നുള്ള ചിന്ത ഇനിയുള്ള പിള്ളേർക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നല്ല ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം. ആ ശിക്ഷ കണ്ട് ബാക്കിയുള്ളവർ ഭയപ്പെടണം. കുറച്ച് ദിവസങ്ങളായി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സങ്കടവും ഭയപ്പെടുകയും ചെയ്യുന്ന നിമിഷം. പിള്ളേര് തമ്മിൽ സ്കൂളിലുണ്ടായ ചെറിയൊരു കളിയാക്കൽ, വാക്കുതർക്കം. അവസാനം ആ കൂട്ടുകാരനെ അങ്ങ് കൊല്ലാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. പ്ലാൻ ചെയ്യുന്നു, കൊല്ലുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകും. ആ മകൻ ആ നിമിഷം അനുഭവിച്ച വേദന, ആ കുടുംബം ഇപ്പോൾ നേരിടുന്ന അവസ്ഥ, അതൊക്കെ ഓർക്കുമ്പോൾ കണ്ണു നിറയുകയാണ്. ആ ഉമ്മയ്ക്ക് ഞാനൊരു ഉറപ്പ് നൽകും, നിങ്ങളുടെ മകനെ കൊന്നവരെ വെറുതെ വിടില്ല. എന്തായാലും ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. എന്നാൽ മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനിവിടെ എത്തുകയായിരുന്നു. പിന്നീട് കണ്ടതാണ് കൊടിയ മർദ്ദനം. 3 ഇടങ്ങളിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. സംഘർഷമുണ്ടായത്. നെഞ്ചക്ക് പോലുള്ള മാരക ആയുധം ഈ സംഘർഷത്തിൽ ഉപയോഗിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. അറിയുന്നത് ഭയങ്കര സ്നേഹമുള്ള മോനാ, നല്ല പഠിക്കും. 10ാം ക്ലാസ്സിൽ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുമെന്നും പറഞ്ഞത് എന്നോട് അവന്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള കുട്ടി കേട്ടോ. അപ്പം പറഞ്ഞു, ചേച്ചി ഞാൻ എന്തായാലും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങും. പിന്നെ ആണെങ്കിൽ എൻ്റെ ഫോൺ എന്നും നന്നാക്കൽ അവനാണ്. ഏത് ടൈമിൽ വന്നാലും അവൻ നന്നാക്കും. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നല്ല മെനിയാന്ന് അവൻ വന്നിട്ട് ചായക്ക് ഒരു കനം വാങ്ങാൻ വേണ്ടി കോരങ്ങാട് ഹോട്ടലിലേക്ക് പോയതാണ്. ആ പോക്ക് പോയതാണ്. പിന്നെ അവൻ തിരിച്ചു വന്നില്ല ഇതുവരെ. ഇപ്പം മരിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ. കാരണം നല്ലൊരു മോനെന്ന് വെച്ചാൽ നല്ല നിഷ്കളങ്കനായ ഒരു മോനാണ്. ആരോടും ഒന്നിനുമില്ല. വീട്ടിലാണ് ഒരുപ്പ 4 കുട്ടികളാണുള്ളത്. ആ 4 കുട്ടികളിൽ മൂന്നാളെപ്പോഴും ഒരാൾ പോയി. അവന് പിന്നെ 4 കുട്ടികളെയും അവരൊപ്പം എന്താ ചെയ്യൽ, മുറ്റത്തേക്ക് പോലും ഇറക്കാൻ. ഇഷ്ടത്തിന് ശേഷം ഷഹബാസിന്റെ മൃതദേഹം തറവാട്ടു വീട്ടിലേക്ക്. ആ തറവാട് വീടിനോട് ചേർന്ന് അവന്റെ വലിയൊരു സ്വപ്നമുണ്ട്, പണിതീരാത്ത ഒരു വീട്. ആ വീട്ടിൽ താമസിക്കണമെന്നത് അവന്റെ വലിയൊരു മോഹമായിരുന്നു. ആ തറവാട്ടു വീട്ടിലേക്ക് എത്തിയവരെല്ലാം കണ്ണു നിറഞ്ഞു. ആ കാഴ്ച കണ്ട് കേരളം ഒന്ന് വിതുമ്പി. പിന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കൂട്ടുകാർ. മദ്രസയിലെത്തിയ അവന്റെ പ്രിയപ്പെട്ട അധ്യാപകർ, കൂട്ടുകാരികളെല്ലാം തന്നെ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. ഖബർസ്ഥാനിലേക്ക് അവന്റെ മൃതദേഹം എടുത്തു. അവിടെയും കണ്ടു കരഞ്ഞു കലങ്ങിയ കുറെ കണ്ണുകൾ. മകന്റെ വിയോഗം സഹിക്കവയ്യാതെ ആ പിതാവ് കുഴഞ്ഞു വീണു. ഇതിനിടയിൽ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു. കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് മർദ്ദിച്ചതെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ. എന്നൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ല. കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ. ഈ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചില്ലേ, അവൻ്റെ നാക്കറുത്ത് കളയണം. കൊന്നവന്മാരുടെ കൈ വെട്ടണം. ഈ ഗൾഫിലെ നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണം. പ്രതി ചേർക്കപ്പെട്ട 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന് ഷഹബാസിന്റെ പിതാവ്. 10ാം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത്, അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ്. ഈ വർഷം അവർ പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളിൽ ഒരു ബോധം വരിക ചെയ്യും. അതൊന്നുമില്ലാതെ ഗവൺമെൻറ് ഇവരെ ഭാഗത്ത് തന്നെ എന്ന് ഞാൻ ന്യായീകരിച്ചു. അല്ലേ എൻ്റെ കുട്ടി തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അവനത് ഇനി പോയിട്ടല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ തൃപ്തിപ്പെടാം. ഇതല്ല, എൻ്റെ കുട്ടി 6 അടി മണ്ണിൽ കിടക്കുന്നു, ഇവരിവിടുന്ന് ആർക്കാ സഹിക്കുക? എൻ്റെ അത് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യ അബോധാവസ്ഥയിൽ കിടക്കും. വൻ പ്രതിഷേധമാണ് പിന്നീട് അവിടെ കണ്ടത്. അതേസമയം ജുവനൈൽ ഹോമിൽ
പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ ആ 5 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി. 6 അടി മണ്ണിൽ ഷഹബാസ് ഉറങ്ങുമ്പോൾ ഇവർ ഇവിടെ സുഖമായി പരീക്ഷ എഴുതി. പരിക്ക് ഗുരുതരമാണെന്നറിഞ്ഞതിന് പിന്നാലെ അക്രമി സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥി ഷഹബാസിന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അതും തെളിവായി. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാ. പിന്നെ ഒന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി. ഇൻസ്റ്റഗ്രാം ചാറ്റിന്റെ വാൾപേപ്പർ കൊറിയൻ വെബ് സീരീസ് ആയ സ്ക്വിഡ് ഗെയിം ഡോളിന്റെ ചിത്രമാണ്. അക്രമി സംഘത്തിൽ മുതിർന്നവരുമുണ്ടെന്ന് ഷഹബാസിന്റെ അമ്മാവൻ പറയുന്നു. കാരണം ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ അടി ഇതുപോലെ അല്ല. ഇപ്പോൾ വലിയ ആളുകളും വലിയ മാരകമായുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മർദ്ദനമാണ് ഉണ്ടായതെന്നും ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. CCTVയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഷഹബാസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച മമ്മൂട്ടി, വാർത്തകൾ കണ്ട് ഞങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ ഉമ്മയ്ക്ക് ഞാനൊരു ഉറപ്പ് നൽകാം, അവനെ കൊന്നവരെ വെറുതെ വിടില്ല. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ട് ഭയക്കണം എല്ലാവരും. അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം. ഇനിയുള്ള പിള്ളേർ തെറ്റുകളിലേക്ക് പോകാതിരിക്കണം. എങ്കിൽ ഇവിടുത്തെ ശിക്ഷ സ്ട്രോങ് ആയിരിക്കണം. അത് അവർക്ക് ഒരു ഭയമായിരിക്കണം. അറിയാതെ കണ്ണു നിറഞ്ഞു പോകും. ആ മകൻ ആ നിമിഷം അനുഭവിച്ച വേദന, ആ കുടുംബം ഇപ്പോൾ നേരിടുന്ന അവസ്ഥ, അതൊക്കെ ഓർക്കുമ്പോൾ കണ്ണു നിറയുകയാണ്. ആ ഉമ്മയ്ക്ക് ഞാനൊരു ഉറപ്പ് നൽകും, നിങ്ങളെ മകനെ കൊന്നവരെ വെറുതെ വിടില്ല. അവനെ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരോഗ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊക്കെ അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. എല്ലായിടത്തും പോകുമ്പോ ഞാൻ വിളിക്കണ്ടേ, ഇനി മാത്രം വിളിച്ചില്ല. അവന്റെ ഇവിടെ തന്നെയാ? ഞാൻ പോലും ചെറുപ്പം ഒന്നിച്ചു പാവന്. ഇങ്ങനെ ഒരാൾ അടിച്ചു കൊല്ലണം എനിക്കറിയില്ല. എന്റെ ചിന്തിക്കാനുള്ള കാരണം എന്താ? കാരണം ധൈര്യം പേടിയില്ലായിട്ടേക്കോ ഇങ്ങനെ ചെയ്താലാന്ന് ഗ്രൂപ്പിലെ വോയിസ് ഇട്ടില്ലേ? കുഴപ്പമൊന്നുമില്ല. കൊന്നു കളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ഇത് സിനിമയിലെ ഡയലോഗാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ നാട് പിടിഞ്ഞു പോകും. മനുഷ്യന് ഒരു പട്ടിയുടെ വില പോലും ഇല്ലല്ലോ. ഈ ക്രിമിനൽസുകളെ ചിക്കനും മട്ടൻ ബിരിയാണിയൊക്കെ കൊടുത്ത് സൽക്കരിക്കാനല്ലേ കൊണ്ടുപോയേക്കുന്നത്. ചെന്നപ്പോഴേ സൽക്കാരമായിരുന്നു, ബിരിയാണിയൊക്കെയാണ് കൊടുത്തത്. ഇവനൊക്കെ ഒരു നേരെ കൊടുക്കാവൂ, അതും കഞ്ഞി മാത്രമേ കൊടുക്കാവൂ.